അണ്ണനെ അവോയ്ഡ് ചെയ്ത അണ്ണ ഇപ്പോഴും. ചേട്ടാ ഇതെന്താ ഗെയിം മിനിമൈസ് ആവണേ? ഹലോ ഹലോ ഇതാരാ? നയൻതാരയാ? താര എവിടെ എന്നെ മറന്നോ? അണ്ണ ഞാൻ താര എന്ത് പറ്റി? പലാറ്റോ ബാക്ക് സൈഡ് 1064. അണ്ണ ഞാൻ കള്ളൻ മറന്നോ? ഞാൻ വലിയ കള്ളൻ താരയില്ല. എടാ 1064 മാർക്ക് 1064 1064 ഇപ്പൊ മാർക്കാണ്. ആരാണ് 1064? ബാക്കില് പലട്ടോ 1064. ചേച്ചി പറയാൻ പറ്റില്ല. അച്ഛനെ കാണാൻ പോകുന്ന. ഹലോ, താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ ഹലോ വാസു, പട്ടി കൊത്തു. അണ്ണാ ഈ വളവൊക്കെ പണിതേ എനിക്കൊരു സംശയം, എന്റെ അപ്പൂപ്പനാണോന്ന്. അതെന്താ? ആ കള്ളക്കളവന് ഇത്തിരി കഴപ്പ് കൂടുതലാണ് അണ്ണാ. ഈ വളവും വിരിവൊക്കെ കളവൻ. ഹലോ 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 പുള്ളി പറ്റി ഊമ്പും കേട്ടാ, സൂക്ഷിക്കണം. ഞാൻ അത് തിരിച്ചു പറയാൻ വെച്ചിരുന്നതാ. ഒടിഞ്ഞു പോകത്തേ ഉള്ളു ഇവരൊക്കെ. ആരാണ്ണ നീ? അണ്ണ ഞാൻ പാവല്ല അണ്ണ. ഹലോ കുട്ടി. ഹലോ കുട്ടി, എന്തെങ്കിലും പറ്റിയോ? ഫസ്റ്റ് എയ്ഡ് വല്ലതും വേണോ? ഹലോ ഓക്കെ അല്ലേ? തൊട്ടടുത്ത് ഹോസ്പിറ്റലാണ്. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും കുട്ടിയെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ചെക്കപ്പ് ചെയ്തിട്ട് തിരിച്ചു തരാം. ഇല്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പേരെന്താ? മഡോണ. മഡോണ. ഹായ് മഡോണ, നൈസ് ടു മീറ്റ് യു. ഐ എം പൈരന്തു വാസു. നൈസ് ടു മീറ്റ്. ഹലോ വാസു. ഹായ്. സാൻപി യുവർ നെയിം? എൻ്റെ പേര് വില്ലി. വില്ലി. ഓക്കേ, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ഓക്കേ. എനിവേ നൈസ് ടു മീറ്റ് യു മഡോണ. നൈസ്. വടവയാ അത് വാളയില. ടേക്ക് കെയർ. ഓക്കേ ഓക്കേ. ഞാൻ സോഷ്യലൊക്കെ വണ്ടി ഓടിക്കാം. ഓക്കേ. ഷുവർ. ഓക്കേ. ഈ സിറ്റിയിൽ ഇപ്പൊ എന്തോരം പെണ്ണുങ്ങളല്ലേ അണ്ണ. സിറ്റിയിൽ അണ്ണ രാത്രി വരണ രാണന്റെ കൂടെ കൊറേ പെമ്പിള്ളേരുണ്ടാവണ. സത്യം കൊറേ പെമ്പിള്ളേരുണ്ട് സിറ്റിയില്. അച്ഛ ട്രാൻസ് ആണോ? നിന്റെ അച്ഛനാ വാടാ. ഹലോ 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 വാസണ്ണ. പറതാരെ, എന്തു പറ്റി? എനിക്ക് എന്റെ അനിയനെ കാരണം. അനിയൻ എവിടെ ഉണ്ട്? എന്റെ അനിയൻ എവിടെയാ? കണ്ടുപിടിച്ചിട്ടാ. അയ്യോ താര, അങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനോ? എനിക്ക് ഒരു ക്ലൂ പോലും ഇല്ലാതെ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു തരും? എനിക്ക് അറിയത്തില്ല, എങ്ങനെയും കണ്ടുപിടിച്ചിട്ടാ. ലാസ്റ്റ് അനിയൻ എവിടെയാണ് കാണാതെ പോയെന്ന് പറയൂ. അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോ എന്റെ അനിയനെ കാണണം. ഞാനല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ കള്ളു കുടിച്ച് മരിക്കും. അയ്യോ, മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ല താരെ. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇപ്പം മദ്യപിച്ച് താരൻ്റെ കരളെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ
അനിയൻ കാണാൻ വരുമ്പോഴത്തേക്കിന് താര ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്കറിയില്ല വാസു. എനിക്കെങ്ങനെ എന്റെ അനിയനെ ഒന്ന് കണ്ടുപിടിച്ചു താ. കണ്ടുപിടിച്ചേരാ ഉറപ്പായിട്ട് കണ്ടുപിടിച്ചേരാ. എനിക്ക് എവിടെയെങ്കിലും പോണം, എന്നെ എവിടെയെങ്കിലും കൊണ്ടോ. ഓ വാ കൊണ്ടോ വാ, വണ്ടിക്കകത്ത് കയറി. ഇതെല്ലാം എന്റെ തലയിലാണല്ലോ. വാസു എന്തോ ഞാനും എനിക്ക് ബൽറാമിനെ കൊല്ലണം വാസു. ബൽറാമിനെ കൊല്ല. ബൽറാമിന്റെ അയ്യോ കരയില്ലേ. ഹലോ ഇതാരടാ? ഒച്ചയില്ലാത്തവരാരടാ ഫോൺ വിളിക്കുന്നേ? ഹലോ ചേച്ചിക്ക് എന്തോ പറ്റി കരയുന്നു? എപ്പോഴും വിശ്വാസമില്ലല്ലേ, ഞാൻ ഗുരുവാ. ഗുരു പറഞ്ഞോ ഗുരു. നിനക്ക് എപ്പോഴും വിശ്വാസം ഇല്ലല്ലേ ഉണ്ണി? എനിക്ക് വിശ്വാസമുണ്ട്. ചേച്ചി എന്താ കരയുന്നത്? നിനക്ക് ഇനിയും പെണ്ണ് കിട്ടത്തില്ല, നീ എന്നെ വിശ്വസിക്കത്തില്ല. അയ്യോ എനിക്ക് വിശ്വാസമുണ്ട്. എന്നാ നീ എന്നെ കാണാൻ വരണം. കൊറേ നേരം എന്റെ പേര് തരൂ. ഞാനൊരാള് പറഞ്ഞു വിട്ടേ, എന്നിട്ട് വന്നില്ല. എനിക്ക് അലർജി തുടങ്ങി. നീ കേക്കാവോ ഉണ്ണി? ഉണ്ണിക്ക് കേക്കാം. മോനെ കാണണോന്ന് പറഞ്ഞു വിട്ടേല്ലേ വേറൊരാളുടെ അടുത്ത്. അയ്യോ സ്വാമി പറഞ്ഞതുപോലെ എനിക്കൊരു പെണ്ണ് കിട്ടി. ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക. ഓക്കെ, സംസാരിച്ചിട്ട് ആ കുട്ടി ഒഴിവാക്കരുത്, സംസാരിച്ചിട്ടേ വരാവൂ. ഓക്കെ ഉറപ്പായിട്ടും. ഓക്കെ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അനിയൻ വരൂലല്ലോ. നമ്മള് ബീച്ചിൽ ഇപ്പൊ വാസണ്ണ കണ്ടില്ലേ? സത്യം എന്തോരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ അച്ഛൻ ആരാ, എന്റെ അമ്മ ആരാ ഒന്നും എനിക്ക് അറിയത്തില്ല താരെ. എന്നിട്ടും ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നു. നമ്മൾ മുമ്പോട്ട് ജീവിക്കണം. ജീവനോടുള്ള എന്റെ അനിയൻ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് വാസണ്ണ. എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ചില്ലേട് മാർക്ക്. അങ്ങോട്ട് കയറി പോക്കോണ റൈറ്റ് മല. പറ താരെ, ഇതിന്റെ വിഷമമെല്ലാം പറ. വാസണ്ണ അത് ആ ഫോണൊന്ന് ഓഫാക്കി വെക്കോ. ഓ ഞാൻ ഫോൺ ഓഫാക്കി വെക്കാം. താര പറഞ്ഞ ഫോണല്ല, വണ്ടിയുടെ എഞ്ചിൻ വരെ ഓഫ് ചെയ്യും ഞാൻ. എഞ്ചിൻ ഓഫ് ചെയ്യണ്ട. ഓക്കെ പറ. വാസണ്ണ അണ്ണനൊരു കാര്യം അറിയോ? ഇല്ല അറിഞ്ഞൂടാ. എനിക്ക് തന്ന കഞ്ഞിന്ന് 2 സ്പൂൺ എക്സ്ട്രാ കൊടുത്താണ് ഞാൻ എന്റെ അനിയനെ വളർത്തിയത്. ഇത്തിരി കൂടുതലല്ലേ? എന്നിട്ട് എനിക്ക് ആകെ കിട്ടുന്ന 4 സ്പൂൺ കഞ്ഞിയാ. അതില് 2 സ്പൂൺ കൊടുത്താ ഞാൻ അവനെ വളർത്തിയ. എന്നിട്ട് അവരിപ്പ എന്റെ കൂടെ ഇല്ല. അവന് ചിലപ്പോ വേറെ ആരെങ്കിലും 3 സ്പൂൺ കഞ്ഞി കൊടുത്തിട്ട് പോയാണെങ്കിലോ? ഒരാള് വിഷമം പറയുമ്പോ അങ്ങനെ പറയാം. കൊടുത്തു പോയതല്ല, അവനെ തട്ടിപ്പിടിച്ച് വെച്ചേക്കുവാണല്ലേ? പരിഹാരം ഉണ്ടാക്ക. ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? കരഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല. നമുക്ക് പരിഹാരം. അയ്യോ അങ്ങനെ പറയല്ലേ താര. എനിക്കാരുമില്ല. ഒരു മിനിറ്റ് താരക്ക് നമ്മളെല്ലാരും ഉണ്ട്, മനസ്സിലായോ? വാസവണ്ണെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാൻ താര ജന്മം ജനിച്ചാലും കിട്ടൂല. ഓ എന്തോ ഞാൻ എന്ത് ചെയ്യാ പറ. എനിക്ക് വാസവണ്ണനല്ലേ ഉള്ളൂ. ഓ ഞാനേ ഉള്ളു. ഒരു മിനിറ്റ് എനിക്ക് വേറെ ആരുമില്ല. വാ താര ഇറങ്ങി വാ. ക്രിഞ്ചാല കേട്ടത്. എടാ വിഷമം പറച്ചിൽ കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ടാവും. താര ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കേട്ടോ. വാ താര, എനിക്ക് ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ മതി. താരയുടെ അനിയൻ എവിടെ ഉണ്ടെങ്കിലും ഈ സിറ്റിയിൽ ഏത് മുക്കിലുണ്ടെങ്കിലും കോണിലുണ്ടെങ്കിലും ഞാൻ പൊക്കിക്കൊണ്ട് തരാം. അതിന് ഏത് താരാദാസ് വന്നാലും അല്ല ബൽറാം വന്നാലും ഞാൻ പൊക്കിക്കൊണ്ട് തരാം. എവിടെ ഉണ്ടെന്ന് മാത്രം
ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ മതി. അണ്ണാ അവനവന്റെ ഡീറ്റെയിൽസും പറയുന്നില്ല അണ്ണാ. ഇവൻ വരും വരും എന്ന് പറയുന്ന അല്ലാതെ ഇവിടെ വരുന്നില്ല അണ്ണാ. വെളിച്ചപ്പാടായത്. ഞാൻ എങ്ങനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി? എനിക്ക് കരച്ചില് വരുന്നു. ഞാൻ ആരാ ഏട്ടാ? അണ്ണാ, പറ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഒരു കുപ്പി ഉണ്ടോ എടുക്കാൻ? ഒറ്റ ഒരെണ്ണം എൻ്റെ കയ്യില്. അണ്ണാ ഞാൻ എന്നെ വിഷമെല്ലാം പറയട്ടെ. എന്നാ ഞാനും അടിക്കാം. ഒരു മിനിറ്റ്. അണ്ണാ കള്ള് തിന്നാണ്. അണ്ണം മുളകിട്ട് മറ്റേ ബർഗർ എടുത്തില്ല. അത് ബർഗർ ഒഴിച്ച് സാധനം ഒഴിച്ച ബർഗറാണ്, മനസ്സിലായോ? ഒരു മിനിറ്റ്. കാര്യം പറ. അണ്ണാ ആ പറഞ്ഞോ. എനിക്ക് ആ ബൽറാമിനെ ഇപ്പൊ കൊല്ലണം. ബൽറാമിനെ ഇപ്പൊ കൊല്ലണോ? നാളെ രാവിലെ കൊല്ലാം. ഇപ്പൊ രാത്രിയായില്ലേ? വൈകിട്ട് മതി, വൈകിട്ട് മതി. എന്നാ വൈകിട്ട് കൊല്ലാം. വൈകിട്ടെങ്കിൽ വൈകിട്ട് ഒരു സമയമൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊല്ലു കളയാം. ഓക്കെ? ഞാൻ എണ്ണിക്കുമ്പോ ഉച്ചയാവും. രാവിലെ ആയി പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ. എന്തിനു പറയുമായോ? അയ്യോ അയ്യോ, അപ്പൊ ഞാൻ ഉച്ചക്ക് ഉറങ്ങിയില്ല. ഞാനും ഉറങ്ങിയില്ല, നമ്മൾ രണ്ടുപേരും ഉറങ്ങിയില്ല. നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കുമല്ലേ? ഉറങ്ങിയാലോ? അയ്യോ അത് വേണ്ട, ഒരുമിച്ച് ഉറങ്ങാൻ പറ്റില്ല. ഒരുമിച്ച് ഉറങ്ങാൻ നോക്കി വഴക്കുറയും. അല്ല, ഇവിടെ കിടക്കുന്ന കാര്യോ പറഞ്ഞേ? അറ ഇവിടെ കിടക്കാം, ഇവിടെ കിടന്നുറങ്ങാം. വലിയ ഉറങ്ങാടാ. കട്ടിലൊക്കെ സെറ്റ്. അയ്യോ ഉറങ്ങല്ല, കാര്യം കാര്യം പറഞ്ഞു. കാര്യം പറയാം. കാര്യം പറ. അയ്യോ അതാ ഉറങ്ങി. അയ്യോ അറിയാതെ പറ്റിയതാ. അറിയാതെ പറ്റിയതാ. അറിയാതെ പറ്റിയതാണേ. വെള്ളം അടിച്ചിട്ട് എന്റെ വയറ്റിൽ കിടക്കുന്നുണ്ടെന്ന് എന്നെ അടിച്ച്. അറിയാതെ പറ്റിയതാ. അറിയാതെ പറ്റിയതാ. ആ പറഞ്ഞേ. പോട്ടെണ്ണല്ലേ, സാരല്ല. കാര്യം പറഞ്ഞോ. എന്താണ് താരക്ക് പറയാനുള്ളത്? എനിക്കിപ്പോ ആരുമില്ല അണ്ണ. താരക്ക് ഞാനില്ല. ജോലിയില്ല. താരക്ക് ജോലി ഞാൻ തരും. അണ്ടി ഫാക്ടറി ഇരിക്കണം, അതിനല്ലേ നമ്മൾ ജോലി തരാം. ഞാൻ PA ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് ആ പടി അറിയത്തുള്ളൂ. അത് മതി. എന്റെ PA നാളെ തൊട്ട് നമ്മുടെ അണ്ടി ഫാക്ടറിയുടെ PA ആര്? താര. താര. അപ്പോയിന്റ്മെന്റ് ലെറ്റർ എഴുതി തരാം. എടാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊട. എഴുതി കൊടു. എഴുതി കൊടു. അല്ലാതെ എനിക്ക് ആരുമില്ല. എന്നോട് ഇത്ര സ്നേഹം ആരും കാണിച്ചിട്ടില്ല. വെള്ളം അടിച്ചു പറഞ്ഞ ഫുൾ ടൈം എന്ന് പറയോ? താര താരദാസ്. 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 ദാസ് സ്പെല്ലിംഗ് തെറ്റ്. വാലിഡിറ്റി ലൈഫ് ടൈം അല്ലണ്ണ? ലൈഫ് ടൈം വാലിഡിറ്റി. ലൈഫ് ടൈം വാലിഡിറ്റിയോ? ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. ഒരു ടെർമിനേഷൻ ഇല്ല. ടെർമിനേഷൻ ഇല്ല. അതുകൂടെ പ്രത്യേകം എഴുതി ചേർക്ക്. ടെർമിനേഷൻ ഇല്ല. ബാക്കിലോട്ട് വീടരുത്. ഇങ്ങോട്ട് മാറിയില്ല, ഇവിടോട്ട് മാറിയില്ല. സേഫ് ആയിട്ട് നിന്ന്. ആ വേറെ ക്ലോസ് എല്ലാം മാറ്റിയത്. എല്ലാം മാറ്റിയത് നമുക്ക്. എടാ സാലറി മന്ത്ലി ഒരു 2 കോടി ആഡ് ചെയ്ത് തരാം. എനിക്ക് 2 കോടിയോ? ജീവിതത്തിൽ ഇന്നേ വരെ ശമ്പളം കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, താര വെച്ചോ. എടാ 2 കോടി എഴുതടാ. എഴുത്. ടു CR. അല്ല വേണം. 5 കോടി 5 കോടി 5 CR 5 കോടി എഴുത്. ആസ് പെർ മന്ത് അല്ല, 5 CR പെർ മന്ത്. 5 കോടി എന്ന് പറയുമ്പോ കുറഞ്ഞില്ലേ?
എടാ നമ്മുടെ റെപ്യൂട്ടേഷനിൽ അത് കുറഞ്ഞില്ലേ? 15 ഇതാണോ അണ്ണാ? 10 അണ്ണന്റെ ഒരു 10 എഴുത്. അണ്ണാ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് അണ്ണാ. ആ 10 എഴുത്. എന്റെ ഈ തമ്പ് എന്റെ കൈ പിടിച്ച കൊണ്ട് വെച്ച് 10 കോടി. അണ്ണ ഈ ലെറ്ററിന് എന്തിനാണ് അണ്ണ പേര് പറയുന്നത്? സ്റ്റാമ്പ് ലെറ്റർ അല്ല, ഇത് മറ്റേ ഈ നമ്മള് ഈ കൊടുക്കുന്ന ലെറ്റർ ഇല്ല അണ്ണ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അതെ, തര അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ട് മേടിച്ച് ലെറ്റർ നാളെ തൊട്ട് നമ്മുടെ അണ്ടി ഓഫീസില് എന്റെ പി എ നാളെ തൊട്ട് അത്രേ ഉള്ളൂ. എന്റെ പി ഡോക്യുമെന്റ് ഒന്ന് വായിച്ചു നോക്കിയാ. ഫസ്റ്റ് നെയിം താരാദാസ്, വാലിഡിറ്റി അണ്ടിൽ ലൈഫ് ടൈം. ഐ പരന്തു വാസു റിക്രൂട്ടിംഗ് താരാദാസ് as my personal assistant with 10 CR per month. Terms and signing. Willy script. Okay, set. ഇത് താരക്ക് കൊടുത്തവര് താരക്ക് കൊടു. ഇത് ഓഫർ ലെറ്റർ. ആദ്യത്തെ പ്രശ്നം സോൾവ്. കിട്ടില്ലേ? ആദ്യത്തെ പ്രശ്നം സോൾവ്. ജോലിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം സോൾവ്. അടുത്ത പ്രശ്നം പറ. ഞാൻ അണ്ണനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. പിന്നെന്താ, കെട്ടിപ്പിടിക്കോ? എന്ത് വേണം ചെയ്തു? ഞാനങ്ങ് നിന്ന് തരുന്ന അയ്യോ നന്ദിയുണ്ട് അണ്ണ, നന്ദിയുണ്ട്. ഞാൻ ഈ ഉപകാരം ജീവിതത്തിൽ മറക്കൂല. എനിക്ക് നല്ല നന്ദിയുണ്ട്. പെട്ടെന്ന് ഇത്ര തിരക്കുള്ള അണ്ണന് എനിക്ക് വേണ്ടി വന്നല്ലോ. താരം വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ സാര. അണ്ണന് എന്തൊരു സഹായം വേണേലും ഏത് പാതിരാത്രിയിലാണേലും ഈ എന്നെ വിളിച്ചോ, ഈ എന്നെ. അതുപോലെ താരക്ക് എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചോ, ഞാൻ വരും. പറന്നു വന്നിരിക്കും ഈ പരുന്തുവാസു നടക്കുന്നത് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. പക്ഷെ താരയ്ക്ക് വേണ്ടി പറക്കും, ഈ സിറ്റിയിൽ കൂടെ പറക്കും. പറന്ന് വരും. അണ്ണാ ഈ സന്തോഷ നിമിഷത്ത് ഒരു സെൽഫി എടുക്കണം ഒരിക്കൽ അണ്ണന്റെ കൂടെ. ഓ വാ, സെൽഫി എടുക്കാം. വാ, ഫോൺ എടുക്കാം. തല നൂത്ത് പിടിക്കുക, ഒരുമാതിരി വെള്ളം അടിച്ചു വരെ പോലെ ഇരിക്കൽ. നേരെ നോക്കി അത് തന്നെ. അണ്ണ നിങ്ങൾ നേരത്തെ കെട്ടിപ്പിടിച്ചോളാം നിന്നണ്ണ, അല്ലെങ്കിൽ ഷെയ്ക്കാൻ്റെ കൊടുക്കണ്ണ. അപ്പൊ നമുക്ക് പത്രത്തിൽ കൊടുക്കാം പുതിയ പരുന്തുവാസുവിന്റെ പുതിയ പി എന്ന് പറഞ്ഞ്. ഇല്ല, അഡ്വർടൈസ്മെന്റ് ഒന്നും വേണ്ട, പരസ്യം ഒന്നും വേണ്ട. ഒരു കുട്ടിയുടെ ജീവിതമാണ്. ഇത് മതി എനിക്കെന്തിനാ അഡ്വർടൈസ്മെന്റ്. ആ ഫോട്ടോ എനിക്ക് അയച്ചു തരണം, എന്റെ വാൾപേപ്പറാ. ഇപ്പൊ തന്നെ അയക്കാം. അണ്ണ ഫോൺ എടുക്കും അണ്ണ. ഓ ഞാൻ ഫോൺ എടുത്തടാ. ഫോട്ടോ നോക്കട്ടെ. എയർപ്ലെയിൻ മോഡിലാണ് ഫോൺ. അവിടെ വന്നില്ലടാ. വെടി. അണ്ണ ഒന്നുകൂടി എടുക്കാം ഫോൺ. നോക്കട്ടെ. ഓ വന്നു ഇപ്പഴാ വന്നത്. നോക്കട്ടെ. കൊള്ളാം. അണ്ണാ ഓ പറഞ്ഞാരാ? അണ്ണ എന്താ ഞാൻ വിളിച്ചപ്പോ ആരാന്ന് ചോദിച്ചേ? അത് ആദ്യം കേട്ടപ്പോ വെള്ളം, ഞാൻ എന്നാലും പൂസല്ലായിരുന്നല്ലോ. പൂസായിരുന്ന സമയത്ത് ശബ്ദം മനസ്സിലായില്ല. ഇപ്പൊ പൂസായപ്പോ ശബ്ദം മനസ്സിലായി. ഇപ്പൊ കണ്ടോ, ഞാൻ ആരാന്ന് ചോദിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് താരയാണെന്ന് മനസ്സിലായോണ്ട് ഞാൻ ആരാന്ന് ചോദിക്കുന്നില്ല. പക്ഷെ അന്നേരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല, ഞാൻ പൂസല്ലായിരുന്നു. ഏത്
അങ്ങനെ പറ അണ്ണാ അണ്ണ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ, ഒരു കാര്യം. ഒന്നല്ല 100 കാര്യം ചെയ്യും. കൗണ്ട് ചെയ്തോ. ഒരു കാര്യം മതി അണ്ണ. അതോ ഒരു കാര്യം പറ. ഒരു പാട്ട് പാടൂ. വെള്ളം അടിച്ചിട്ടിരിക്കുന്ന പാട്ട് വില്ലി ഒരു പാട്ട് പറയണം. താരക്ക് പാടിക്കൊള്ളാൻ പറ്റിയ അണ്ണാ തനിയെ. അത് തനിയല്ലല്ലോ, ഞങ്ങളിപ്പോ രണ്ടുപേരല്ലേ. അണ്ണാ മറ്റേ പാട്ട് പാടും അണ്ണാ. പക്ഷെ അതൊക്കെ വേണ്ട. വേറെ നല്ല ജില്ലുള്ള പാട്ട് പറ. അടിച്ചുപൊളി പാട്ടാണ്. അടിച്ചുപൊളി പാട്ടാണെങ്കിൽ അണ്ണൻ ഒരു റാപ്പ് പാടണ്ണ എനിക്ക് വേണ്ടി. റൊമാൻറ്റിക് മതി. റൊമാൻറ്റിക് ആണോ? റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ ഇങ്ങോട്ട് വാ. അയ്യോ അണ്ണ വീഴല്ലേ. ഇല്ല വീഴുന്നില്ല. അടുത്തോട്ടത്തില്ല താരാ. എന്ത് താരാപദം ചേതോഹരം പ്രേമാദ്രമായി പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ട് വാ. രായനാണോ ബാക്കില്? അല്ല. ഓരോ ചെങ്കുറിഞ്ഞിപ്പൂവിൽ ഋതുചുംബനങ്ങൾ നൽകാം താരാവതം ചേതോഹരം പ്രേമാദ്രമായി ഹൈപ്പിച്ചെടുത്തപ്പോ കൈ പോയി. താരയുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് ഞാൻ സഹായിച്ചു തരും. ഇതിപ്പോ 2 ജോലിയില്ല, ഫിക്സ്ഡ്. ഇനിയിപ്പോ അച്ഛനില്ല, അമ്മയില്ല, ആരെങ്കിലും ഒപ്പിച്ചു തരും. അനിയൻ ആ പുണ്ട ഞാൻ കണ്ടുപിടിച്ചു തരും. അവനെ ഞാൻ കണ്ടുപിടിച്ച നമ്മുടെ അനിയൻ, അവനെ ഞാൻ കണ്ടുപിടിച്ച് തരും. പിന്നെ ജോലി സെറ്റായി. ഇനി എന്താണ് താരക്ക് പ്രശ്നം? ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവനെ കിട്ടുന്ന വരെ ഇതേ ഉള്ളൂ എന്താ പ്രശ്നം. ഒരു പ്രശ്നമില്ല, ഞാൻ കണ്ടുപിടിച്ച് തരും. ഒന്നും പേടിക്കണ്ട. താര അതിൽ പേടിക്കുകയേ വേണ്ട. ഒന്ന് നീങ്ങിക്കണം. രണ്ടുപേരും സംസാരിച്ചോണ്ട് പറഞ്ഞു താര. വേറെ ഒരു പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി കൊണ്ടുപോവാ. എന്നെ കൊണ്ടുപോവണ്ണ. എന്നെ പോലെ ഞാൻ തന്നെ പിടിച്ചു സ്റ്റെയറിന് കൊടുക്കും പെൺമണിയെ വിദ്യകളാൽ മാടപ്രാവിട പോലെ കൊടുക്കില്ല നടക്കാനൊന്നും വയ്യ. അയ്യോ ഞാൻ പക്കാ ഓക്കെയാണ്. ഇവിടെ എന്തിനു നടക്കുന്നു? ഇവിടെ എന്തോ വലിയ പരിപാടി നടക്കുന്നുണ്ട്. ഇല്ലീഗൽ പരിപാടിയാണ്. ഇല്ലീഗൽ പരിപാടി. നമുക്ക് ഇതിനകത്ത് ഇടപെടണ്ട. ഓക്കെ സെറ്റ്. ഞാൻ എപ്പോഴേ പറക്കാൻ തുടങ്ങിയത്. 2 മണിക്കൂറായി പറക്കണേ. അയ്യോ സൂപ്പർ. ഞാനൊന്ന് താഴെ എടുത്തിട്ട് ഒരു മിനിറ്റ്. ഒരു ഡോറ് പോയി. താരെ സേഫ് അല്ലേ മോളെ? നീ സേഫ് ധൈര്യമായിട്ടോ. അസുഖമുള്ള വീട്ടിലല്ല.
കൊടുക്ക് പെൺമണിയെ ഒഴുക്ക് വിദ്യകളാൽ മാടം പോലെ കുടുക്കിലാക്കണമോ ആ തട്ടി മുട്ടി പോയി കൊച്ചമ്മിണി വന്നു നിന്നാൽ കൊടുക്ക് പെൺമണിയെ അടുത്ത് തന്നെകളാ മാടപ്രാവിട പോലെ കുടുക്കിലാക്കണമോ പിന്നെ അല്ല രണ്ട് പെഗ്ഗൊക്കെ അടിച്ച് നമ്മളിങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ താര നമുക്ക് എന്തിനാണ് ചാവാൻ പോണത് മരിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ കാരണം എന്തിനാ നീ എന്തിനാ കിടന്ന് കാറിനെ വിഷോ ഇനി കാറിയാ മോന്താടി ചവിട്ടിയ പിത്തിയൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞേക്കാം കേട്ടാ കാരം മോങ്ങണ എനിക്ക് മോങ്ങണവളെ വരെ കാണുന്ന എനിക്ക് എന്റെ പണ്ടൊരുത്തി എന്നെ മോങ്ങി ഇട്ടിട്ട് പോയതാ എനിക്ക് കരച്ച് പെണ്ണുങ്ങളെ കരച്ചിൽ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരുന്നത് അവളുടെ അഭിനയിക്കുന്ന പോലെ തോന്നുന്നു. അതെ 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 ഒരു പെണ്ണന്നെ അങ്ങനെ അണ്ണനെ ചതിച്ചാണ്. സത്യം താരേനൊക്കെ ഇത്ര വിശ്വസിച്ചില്ല അണ്ണൻ. 10 കോടി രൂപക്ക് ആർക്കും ജോലി കൊടുത്തിട്ടില്ല എന്റെ അറിവില്. എന്റെ അണ്ണ മൊത്ത ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ അണ്ണനെ ഇട്ടിട്ട് പോവില്ല. അത്രേ ഉള്ളു താര. ഞാനും ഇട്ടിട്ട് പോവില്ല താരെ. അത് മര്യാദ അത്രേ ഉള്ളു താര. പിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും ഓ ഇത് വീണ്ടും നമ്മൾ ചില്ലിയാടാണ് പോണല്ലേ. ചില്ലിയാട് മാർക്ക് നീ വണ്ടിക്കകത്ത് എത്തിയിരിക്കണ നീ എടാ എന്റെ കാര്യങ്ങൾ ആകാശം ഇടിഞ്ഞു വീണാലും താരെ നിന്റെ കൂടെ ഉണ്ടാവും. മനസ്സിലായോ? ഭൂമി ഇടിഞ്ഞു വീണാലും അണ്ണന്റെ കൂടെ ഈ ഞാനുണ്ടാവും. പിന്നെ അല്ല താര അത്രേ ഉള്ളൂ. താര ഈ ട്രിക്കിയുടെ ആരെങ്കിലും ആണോ? അല്ല ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞു. അതെ അതെ ആ പുണ്ടയാണ് സാധാരണ ഇങ്ങനെ ഞാന് ബട്ടർ എന്നൊക്കെ പറഞ്ഞു. കൊഴയുന്നല്ല മോളെ കൊഴയുന്ന കൊഴ. രണ്ടെണ്ണം അടിച്ചാലും നഗരം നഗരം മഹാസാഗരം എന്ന് പാടാൻ പറ്റണം. മനസ്സിലായോ? അയ്യോ അതിനെ കൊണ്ട് പറ്റിച്ചില്ല. ആദ്യമായിട്ടാ വെള്ളം അടിക്കുന്ന. ആദ്യമായിട്ടോ? നമുക്കിനി ഇടക്കിടക്കൊക്കെ തോട്ടിന്റെ സൈഡിലും ആറ്റിന്റെ കീഴിലൊക്കെ വന്നിരുന്ന് അടിക്കണ്ടേ? ഏത് കൂടെ പറഞ്ഞപ്പോ തന്നെ തോട് വണ്ടി എടാ വലിയ സാധനം പശു. ഇത് ഒരു മിനിറ്റ്. ഹലോ ഹലോ. Is this Spooky? Where is Spooky? Sorry, where is Vasu? ആ വാസു തന്നെയാണ്. ഹെലി മേഡം പറഞ്ഞോ. Are you drunk? മാഡം ഈ കേസുള്ളവനെ അതായത് എവിടെ ഇറങ്ങിയാലും കേസ്. കഴിഞ്ഞ ആഴ്ച വരെ ഏതോ ഒരു പെണ്ണിനെ പഴിപ്പിച്ച് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയവൻ എന്നായിരുന്നു വാസുവിൻ്റെ പേര്. ഈ ആഴ്ച വാസുവിനെ എല്ലാവരും അറിയപ്പെടുന്നത് മറ്റേ പെണ്ണ് കടത്തുന്നു. അടുത്ത ആഴ്ച ഞാൻ ചിലപ്പോൾ കൊലപാതകയായിരിക്കും, മയക്കുമരുന്ന്. എൻ്റെ ജീവിതം ഇങ്ങനെ തീരും മാഡം. എനിക്കത് കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ തീർന്നോട്ടെ. എനിക്കതിൽ പരാതിയില്ല മാഡം. എല്ലാ കേസും ഞാൻ ഏറ്റു. ആ കൊച്ചിനെ ഞാൻ തല്ലിക്കൊന്ന് വെള്ളത്തിനകത്ത് താത്തി. 10097 കുഴിച്ചിട്ട് കുക്കൂനെ ഞാൻ അവളെ കൊന്നു കളഞ്ഞ്. എനിക്ക് അവളുടെ വർത്താനം ഇഷ്ടപ്പെട്ടില്ല. അവളെ ഞാൻ കൊന്നു കുഴിച്ചു മൂടി. 10097 ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്.
മാഡം 10-0-9-7 ഡീപ് ക്ലീൻ ചെയ്ത് ബോഡി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഹാജരാവാം. ഓക്കെ ബൈ. എല്ലാ ദിവസവും ഇത് തന്നെ. ഒരു കേസ് സോൾവ് ചെയ്ത് അടുത്ത കേസ് വരും, പിന്നെ അടുത്ത കേസ് എന്നെ തള്ളിയിടരുത്. മനസ്സിലായത്? ഇവിടെ ഒരു രവിച്ചേട്ടനുണ്ട്. രവിച്ചേട്ടന്റെ മാറ്റുണ്ട്, അവിടെയാണ് ഇരിക്കുന്നത് പുള്ളി. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. രവിച്ചേട്ടന്റെ മാറ്റൊന്നും എനിക്ക് വേണ്ട. ഇത് ജീവിതം ഇങ്ങനെയായി പോയോ ഇപ്പൊ പറഞ്ഞു വിടാൻ. ഒരു കേസ് സോൾവ് ചെയ്യുമ്പോ അടുത്ത കേസ്. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയാം നിന്നോട്. ജീവിതം എപ്പോഴും പരീക്ഷണങ്ങളാണ്. ഓരോ ആഴ്ച ഓരോ പരീക്ഷണം. ഇന്നത്തെ പരീക്ഷണം നാളത്തെ പരീക്ഷണം വേറെ വേറെ ആയിരിക്കും. എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവണം. ഇതാര്? ഹലോ 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 ആര്? ഹലോ ഹലോ ആരാ? റോളക്സ് എവിടെയാണ്? റോളക്സ്. ഞാൻ ടൈറ്റൻ. പറഞ്ഞോ. എവിടെയാണ് ഒരു വണ്ടി? ഹലോ എവിടെയാണ്? പറഞ്ഞോ. ഞാൻ ഇവിടെ ഉണ്ട്. എവിടെയുണ്ട്? എവിടെയുണ്ട്? ഞാൻ ഇവിടെ. ഒരു സാധനം ഏൽപ്പിക്കാനുണ്ട്. എവിടെയുണ്ട്? എവിടെ 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 വരണം? നാവെന്നെ കുഴയണ. എന്നാ സംഭവം? എന്നാ? പലേട്ടോ പമ്പിന്റെ ഫ്രണ്ടിൽ വന്ന സാധനം മേടിക്കാം. പലേറ്റ പമ്പ്. ആ ലൊക്കേഷൻ ഒന്ന് അറിയോ? പലേട്ടോ പമ്പ്, അതാണ് ലൊക്കേഷൻ. ഓക്കെ ഓക്കെ പറയാം. ഓക്കെ ഞാൻ ഓടിച്ചോളാം. ഞാൻ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേറെ ആരും താരെ ഫ്രണ്ടിൽ കയറും. ഫ്രണ്ടിൽ കയറുക. താര ദിസ് ഈസ് ഹൈന. നമ്മുടെ പുതിയ വണ്ടിയാണ് ഹൈന. വന്ന ദിവസം കണ്ടത് ഈ വണ്ടിയാണ്. അന്ന് മുതൽ സ്ഥാനാണ്. അല്ല, അത്രേ ഉള്ളൂ. ഹൈന എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടും. രണ്ടാമത് ഒന്നുകൂടെ നോക്കിയാൽ വീണ്ടും ഇഷ്ടപ്പെടും. മൂന്നാമത് ഒന്നുകൂടെ നോക്കിയാൽ വീട്ടിൽ കൊണ്ടുപോകും. അതാണ് ഹൈന. ഇഷ്ടം ഹൈനയാണോ ഇഷ്ടം? എനിക്ക് ഹൈന ഇഷ്ടം. കാരണം ഹൈന ഓടിക്കുന്നത് അണ്ണനല്ലേ. കൊച്ചു കള്ളി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അല്ല, ഇതല്ല. കൊടുക്കും പെൺമണി കൊടുക്കും വിദ്യകളാൽ വാടപ്രാവിട പോലെ കുടുക്കിലാക്കണം. തട്ടിയും മുട്ടിയും പോയി കുട്ടമ്പര് കൊണ്ടുവന്നാൽ നമ്മൾ റോഡെത്തുന്നില്ലല്ലോ. ഒത്തിരി ദൂരമായല്ലേ. ഇത് ഹൈനക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്. മനസ്സിലായ? പലേട്ടം പോണല്ലോ നമുക്ക്. പലേട്ടം ഇങ്ങോട്ടല്ലേ? നേരെ സത്യം സത്യം. ഓ വേറെ അല്ലാതാര്? നമുക്കൊരു ചെറിയ എന്തോ സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് പലരും പമ്പിന്റെ അവിടെ ആള് നിൽക്കണം. പമ്പിന്റെ അവിടെ. ഹലോ ഹലോ ആരാ? ശാന്ത റെഡിയാണെന്ന് പറഞ്ഞു. ആര്? ശാന്ത റെഡിയാ? ശാന്ത റെഡിയാണെന്ന് ബുക്ക് ചെയ്തില്ലായിരുന്നു അവളെ. എടാ തോന്നിയ ദിവസം പറയരുത് ഫോണിൽ വിളിച്ചിട്ട്. മനസ്സിലായ? എന്റെ പേര് പരിന്തുവാസു. ഞാൻ സംസാരിക്കാം. നമ്പർ പറയാ. പേര് നല്ല പറഞ്ഞു. സോറി. ഓക്കെ ഓക്കെ ഓക്കെ.